പെരുന്നാൾ ഇങ്ങെത്തി. ആഘോഷങ്ങൾക്ക് വർണ്ണപ്പകിട്ടേക്കാൻ ചേലക്കരയുടെ സ്വന്തം നിറഫാബും ഒരുങ്ങിക്കഴിഞ്ഞു. ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അതും ആകർഷകമായ ഓഫറുകളോടെ. ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു. നിറഫാബ്, മേപ്പാടം, ചേലക്കര. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ആദരവ് ചാർത്തി ആദരണീയം 2025 ചാരുതയേകി തിരുവല്ലാമല ഗ്രാമീണ വായനശാല വനിതാവേദി. മാർച്ച് 8 ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് തിരുവല്ലാമല VKN സ്മാരക ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് ആദരിക്കൽ പരിപാടി നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. പത്മജ ടീച്ചർ ആദരണീയം 2025 ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമീണ വായനശാല വനിതാവേദി പ്രസിഡന്റ് സ്മിത സുകുമാരൻ അധ്യക്ഷയായിരുന്നു. പ്രശസ്ത സാഹിത്യകാരി മാനസി മുഖ്യാതിഥിയായി. വായനശാല വൈസ് പ്രസിഡന്റ് N. രാംകുമാർ, K. ജയപ്രകാശ് കുമാർ, ഗ്രാമീണ വായനശാല സെക്രട്ടറി ബാബു പരശുറാം തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത സാഹിത്യകാരി മാനസിയിൽ നിന്നും മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ഹൈമാവതി ടീച്ചർ, തിരുവല്ലാമല ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി T. നായർ, ഗ്രാമപഞ്ചായത്തിലെ മികച്ച വനിതാ കർഷക വിജയകുമാരി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. സ്ത്രീകളുടെ സ്ഥിതി ഇന്ന് എന്തെങ്കിലും വിധത്തിൽ മെച്ചപ്പെട്ടതാണ്? ഈ ചോദ്യമാണ് ഓരോ ദിവസം ഓരോ വനിതാ ദിനവും നമ്മളുടെ മനസ്സിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് വനിതകളെക്കാളും ഒക്കെ പുരുഷന്മാരോടാണ് സംസാരിക്കാറുള്ളത്. വനിതാ ദിനത്തിൽ വനിതകൾ വേണമെന്നുള്ള പോലെ തന്നെ പുരുഷന്മാർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് വനിതകളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും, സമൂഹത്തിലുള്ള വനിതകളുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും അത് വനിതകൾ സൃഷ്ടിച്ചതല്ല എന്നും വനിതകൾ മാത്രമല്ല സൃഷ്ടിച്ചതെന്നും ഒരു സമൂഹത്തിൻ്റെ പൊതുധാരണയുടെയും മൂല്യബോധങ്ങളുടെയും ബാക്കിപത്രമാണ് എന്നും തിരിച്ചറിയുമ്പോഴാണ് ആ സമൂഹത്തിലെ ഓരോരുത്തരും ഈ പ്രശ്ന പരിഹാരത്തിന് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ പേടി, കാരണം എന്തോ കൂടുതൽ ഉത്തരവാദിത്വം എൻ്റെ പേരിൽ വന്ന് വീഴുന്നത് പോലും തോന്നുന്നു. നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥയായി ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ സർവീസിൽ കയറിയിട്ട് ഈ ഒരു ജൂലൈയിലാകുമ്പോൾ 15 വർഷം കഴിയാണ് ഒരു CMO NC എന്നുള്ളൊരു നിലയിലേക്ക് വരികയാണ്. ആ കഴിഞ്ഞ ഓരോ കാലങ്ങളിലും ജോലി എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടോ, എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 ജില്ലകളിൽ മാറി മാറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ജില്ലയിൽ നിന്ന് പോലും എനിക്കൊരു കോള് വരാത്തതില്ല എന്നുള്ളതാണ് ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തിയോട്. CCV ന്യൂസ്, തിരുവല്ലാമല.